നമസ്കാരം. പാസ്പോർട്ട് നിയമത്തിൽ വലിയ മാറ്റം മാർച്ച് മാസം മുതൽ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ രാജ്യം സന്ദർശിക്കാനുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയാണല്ലോ ഇന്ത്യൻ പാസ്പോർട്ട്. രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ് പാസ്പോർട്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാരും ഈ അറിയിപ്പ് പൂർണ്ണമായും ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ദയവായി ഷെയർ ചെയ്യുക. പുതിയ പാസ്പോർട്ട് അപേക്ഷകർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർ പാസ്പോർട്ട് ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതായുള്ള ഔദ്യോഗിക രേഖയായി ഇനി മുതൽ സ്വീകരിക്കുകയുള്ളൂ. ഡോക്യുമെന്റേഷൻ കാര്യക്ഷമമാക്കുന്നതിനും പ്രായപരിധിയിൽ ഏകീകരണം ഉറപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ മാറ്റം. പുതിയ നിയമം ഫെബ്രുവരി 28 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ 2023 ഒക്ടോബർ 1 മുൻപ് ജനിച്ചവർക്ക് ഈ നിയമം ബാധകമല്ല. ഇത്തരക്കാർക്ക് പഴയതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി സമർപ്പിക്കാം. ഇനി അതോടൊപ്പം തന്നെ പാസ്പോർട്ടിലെ മറ്റു മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. വ്യക്തികളുടെ സ്വകാര്യത കണക്കിലെടുത്ത് അപേക്ഷകരുടെ വിലാസം ഇനി മുതൽ പാസ്പോർട്ടിന്റെ പുറം പേജിൽ അച്ചടിക്കില്ല. ഇതിനു പകരം ബാർകോഡ് നൽകും. പാസ്പോർട്ടുകൾക്ക് കളർ കോഡിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള നിറത്തിലെ പാസ്പോർട്ട്, ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ്, സാധാരണക്കാർക്ക് നീല എന്നിങ്ങനെയാണ് പുതിയ മാറ്റം. പാസ്പോർട്ടിന്റെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ വിവരങ്ങൾ ഇനി ഒഴിവാക്കും. മാതാപിതാക്കൾ വിവാഹമോചിതരായ കുട്ടികളെ പരിഗണിച്ചാണ് ഈ പുതിയ പരിഷ്കാരം. ഇനി പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ചില നിയമ നിർദ്ദേശങ്ങൾ പറയാം. ഇത് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ വരെ നിയമം അനുശാസിക്കുന്നുണ്ട്. യാത്രാ ചരിത്രം മറച്ചുവെക്കാൻ പാസ്പോർട്ടിൽ കൃത്രിമത്വം കാണിക്കുക, പേജുകൾ കീറുക തുടങ്ങിയവ കുറ്റകരമായ പ്രവൃത്തിയാണ്. ഇങ്ങനെ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420, 465 വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. വഞ്ചന, വ്യാജരേഖയുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക. പാസ്പോർട്ട് ആക്ട് 1967 സെക്ഷൻ 12 പ്രകാരവും കേസെടുക്കും. മനഃപൂർവ്വമല്ലാതെ പാസ്പോർട്ടിന് കേടുപാട് സംഭവിച്ചാൽ പരിഹരിക്കാൻ മാർഗമുണ്ട്. വിലാസവും പാസ്പോർട്ട് നമ്പറും ഫോട്ടോയും നഷ്ടമാകാത്ത രീതിയിലാണ് കേട് സംഭവിച്ചതെങ്കിൽ തൽക്കാൽ പദ്ധതി പ്രകാരം പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ അപേക്ഷിക്കാം. 1 മുതൽ 3 വരെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഈ സേവനം നിങ്ങൾക്ക് ലഭിക്കും. 36 പേജുള്ള പാസ്പോർട്ട് പ്രകാരം ലഭിക്കാൻ 3500 രൂപയാണ് ഫീസ്. 60 പേജുള്ളതിന് 4000 രൂപ കൊടുക്കണം. അതേസമയം പാസ്പോർട്ട് നമ്പറിനും വിലാസത്തിനും ഫോട്ടോയ്ക്കും കേടുപാട് പറ്റിയാൽ തൽക്കാൽ സേവനം ലഭിക്കില്ല. ഇനി ഒരുപക്ഷെ വിദേശയാത്രയ്ക്കിടെ പാസ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ അതത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും സഹായിക്കും. ഒരു ഇന്ത്യക്കാരന് തന്റെ പാസ്പോർട്ട് നഷ്ടമായാൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാം. അപ്പോൾ പാസ്പോർട്ട് ഉള്ളവരെല്ലാം ഇക്കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനമുള്ള മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.